ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്. ഇന്ന് പൊങ്കാലയിടുന്ന എല്ലാ ഭക്തർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ജീവിതവുമായി റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ ഇത് വിട്ട് കളയുക. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഇത് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിംഗ് തുടങ്ങാം. ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് ക്വീൻ ഓഫ് വാൻഡ്സ് എന്ന് പറയുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ ക്വീൻ ഓഫ് വാൻഡ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രസൻറ്റ് കണ്ടീഷനാണ്. ക്വീൻ ഓഫ് വാൻഡ്സ് എന്ന് പറയുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ, പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും വളരെ ശക്തവും ആത്മവിശ്വാസമുള്ളവരുമാണ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് നിയന്ത്രണം ഉണ്ട്, ഓക്കെ, കൺട്രോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത് വന്നിരിക്കുന്ന കാർഡ് 8 ഓഫ് കപ്സിൻ്റെ കാർഡാണ്. ഇതൊരു ചാലഞ്ചിങ് സിറ്റുവേഷനാണ്. ഇവിടെ നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റ് തന്ന ഒരു പഴയ ബന്ധം ഉപേക്ഷിച്ച് നടന്നു പോകുന്നു എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ബന്ധത്തിൽ നിങ്ങൾക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, ഒഴിവാക്കലുകൾ ഉണ്ടായിട്ടുണ്ട്, വിട്ടുകളയലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ അങ്ങനൊരു തീരുമാനം എടുത്തത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇവിടെ നിങ്ങളിപ്പോൾ ഈ ഒരു ബന്ധം ഉപേക്ഷിച്ച് നടന്നു നീങ്ങുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. മൂന്നാമത് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവിടെ വളരെ വൈകാരികവും ബുദ്ധിപരവുമായ കാര്യങ്ങൾക്ക് നല്ല പ്രാധാന്യമുള്ളൊരു ബന്ധമാണത്. വൈകാരികതയ്ക്കും ബുദ്ധിക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങളെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാതെ നോക്കുക. നിങ്ങളുടെ ഇമോഷൻസിനെ വളരെയധികം ശ്രദ്ധിക്കുക. എവിടെ എന്തു പറയണം, ആരോട് എന്തു പറയണം, എപ്പോൾ പറയണം എന്നുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാനാണ് ടാരോട്ട് പറയുന്നത്. അപ്പോൾ പണ്ട് ഇതുപോലത്തുള്ള ചില കാര്യങ്ങളൊക്കെ വൈകാരികമായി പ്രതികരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഡിസപ്പോയിൻമെൻറ്റ്സ് വന്നിട്ട് ഈ പ്രശ്നത്തിൽ നിന്നും ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾ പിന്തിരിഞ്ഞ് നടക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പുറത്തെ സൈഡിൽ നിന്നാണോ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണോ അറിയില്ല, പക്ഷേ ഈ ബന്ധത്തിൽ വൈകാരികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 2 ഓഫ് വാൻഡ്സ് ആണ്. 2 ഓഫ് വാൻഡ്സ് എന്ന് വെച്ചാൽ നിങ്ങളൊരു വഴിത്തിരിവിലെത്തും. അതായത് ഈ ബന്ധത്തിൽ ഒരു തീരുമാനം എടുക്കാനുള്ള സമയമായി എന്നാണ് ടാരോട്ട് പറയുന്നത്. ഓക്കെ, അതാണ് ഫ്യൂച്ചറിൽ ഒരു ചോയ്സ് നിങ്ങൾ എടുക്കേണ്ടി വരും. ഈ ഒരു ബന്ധത്തിൽ അതിൻ്റെ ഒരു ഔട്ട്കം എന്നോണം നിങ്ങൾ ഈ ബന്ധത്തെ പൂർത്തിയാക്കി ഒരു പുതിയ ബന്ധത്തിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത്. ചിലർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു, അവർക്കൊരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ ചിലർ ഈ ബന്ധം തന്നെ ഉപേക്ഷിച്ച് നടന്നു നീങ്ങുന്നതായിട്ടും, ചിലർ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതായും, ചിലർ ഈ ഒരു ബന്ധം പൂർത്തിയാക്കിയിട്ട് മുന്നോട്ടുള്ള ജീവിതത്തിലോട്ട് കടക്കുന്നതായിട്ടുമൊക്കെയാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാകുന്നത്. അഡ്വൈസ് എന്ന് പറയുന്നത് ടാരോട്ടിൻ്റെ ഭാഗത്ത് നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ഉള്ളിൽ നിന്നും വരുന്ന ജ്ഞാനം അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും ഈ സമയത്ത് യൂണിവേഴ്സ് ഒരു മന്ത്രം പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലായത്. പിന്നീട് ക്വീൻ ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി. ക്വീൻ ഓഫ് സോർഡ്സിൻ്റെ എനർജി നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ പങ്കാളിക്ക് വ്യക്തമായി കാര്യങ്ങൾ അറിയാം. അവർ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ എന്ന് വെച്ചാൽ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അവർ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് പല തീരുമാനങ്ങളും എടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലാണിപ്പോൾ. അതാണ് സാഹചര്യം. അപ്പോൾ നിങ്ങൾക്കും തീരുമാനമെടുക്കാം, അവർക്കും തീരുമാനമെടുക്കാം.
അങ്ങനത്തെ ഒരു സാഹചര്യമാണിത്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ മൊത്തത്തിലുള്ളൊരു തീം, ഇന്നത്തെ റീഡിങ്ങിൻ്റെ മൊത്തത്തിലുള്ളൊരു തീം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു പുതിയ ബന്ധം അല്ലെങ്കിൽ ഒരു പുതിയ വൈകാരിക അടുപ്പം ഒരാളുമായി ഉണ്ടാകും എന്നാണ് ഈ റീഡിങ്ങിൻ്റെ ഒരു തീമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളത് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് പുതിയൊരു ബന്ധമുണ്ടാകും. 5 ഓഫ് പെൻറ്റക്കിൾസ്, അത് ഇങ്ങനെ വേണമെങ്കിലും പറയാം, ഇപ്പോൾ ഉള്ള രീതികൾ മാറിയിട്ട് നിങ്ങളൊരു പുതിയ ബന്ധം പോലെ, ചിലപ്പോൾ റിന്യൂവലും ആകാം കേട്ടോ. ചിലർക്കിതൊരു റിന്യൂവലായിരിക്കും, ഈ ബന്ധത്തിന് തന്നെ പുതിയൊരു ഫേസിലോട്ടായിരിക്കും നിങ്ങൾ കിടക്കുന്നത്. പക്ഷേ കൂടുതൽ പേർക്കും ഇതൊരു പുതിയ ബന്ധം നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരും, വൈകാരികമായിട്ടുള്ളൊരു ബന്ധം വരും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി അതൊരു ഒബ്സ്റ്റക്കിൾ പോലെയാണ്. എന്താണ് തടസ്സമെന്ന് ചോദിച്ചാൽ, ഒരുപാട് വെല്ലുവിളികളുണ്ടാകും. ഈ ഒരു ബന്ധം ഉപേക്ഷിക്കുമ്പോഴും പുതിയ ബന്ധം സ്വീകരിക്കുമ്പോഴുമെല്ലാം ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകും. പക്ഷേ നിങ്ങളതെല്ലാം നേരിടാൻ ശക്തയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇതിൻ്റെ ഒരു ഔട്ട്കമായിട്ട് പറയുന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് പ്രായോഗികവും വിശ്വസനീയവുമായ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് വളരെ പ്രായോഗികവും വിശ്വസനീയവുമായ ഒരു സ്ഥിതിയിലൂടെയാണ് ഇപ്പോൾ നിങ്ങളുടെ ബന്ധം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ ബന്ധത്തിൽ കൺട്രോളുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. വളരെ പ്രായോഗികമായിട്ട് നിങ്ങൾ ചിന്തിക്കും, ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനത്തിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ബന്ധം കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു രീതിയിലല്ല. നിങ്ങൾക്ക് പുതിയൊരു ബന്ധത്തിലോട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് നിങ്ങൾ നടക്കും. അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഒരു ന്യൂ ഫേസിലോട്ട് ഒരു നല്ലൊരു രീതിയിൽ ഒരു പുതിയതായിട്ടൊരു റിന്യൂവലാണെങ്കിൽ അങ്ങനെയും പറ്റും. എല്ലാവർക്കുമല്ല, ചിലർക്ക്. അപ്പോൾ അതാണ് ഈ ബന്ധത്തിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നതും ദ ഫൂളിൻ്റെ എനർജിയാണ്. ഫൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു പുതിയ തുടക്കം. അപ്പോൾ ഇന്ന് കിട്ടിയ കാർഡുകളുടെ മൊത്തത്തിലുള്ളൊരു അവലോകനം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഉള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് പുതിയൊരു ബന്ധത്തിലേക്ക് പോകും. അതിനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. ബുദ്ധിയും വിവേകത്തോടു കൂടി നിങ്ങൾ പെരുമാറുക എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങളുടെ മറ്റേ പാർട്ട്ണർ, നിങ്ങൾ ഒഴിവാക്കാൻ പോകുന്ന മറ്റേ അയാളും പ്രായോഗികമായിട്ട് വളരെ പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. ആൾക്കും ഏകദേശം ഈ രീതിയിലൊക്കെയാണ് ആളുടെ തീരുമാനം എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു റീഡിങ് ജനറൽ റീഡിംഗ് ആണ്. പലരുടെയും എനർജി ഇതിനകത്ത് വരും. അപ്പോൾ ഇതിൽ ഈ റീഡിംഗ് കേട്ടിട്ട് ഒരു തീരുമാനം നിങ്ങൾ എടുക്കാതിരിക്കുക. നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസായിട്ട് സ്വീകരിക്കുക. പക്ഷേ ഇത് കേട്ടിട്ട് ഒരു തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഏതെങ്കിലും ടാരോട്ട് റീഡറിൻ്റെ അടുത്ത് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തിട്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. ഇതിൽ കാർഡ് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. പുതിയതായിട്ട് വേറെ ഒന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. കാർഡ് വരുന്നത് പോലെ റീഡ് ചെയ്യും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. വീണ്ടും ഒരു റീഡിങ്ങുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ബൈ ആൻഡ് ടേക്ക് കെയർ.